ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പൊടിതട്ടൽ വീഡിയോ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ കുറേ മുമ്പ് ഗാലറിയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ച ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഒരു വൺ ഡേ ട്രിപ്പിൻ്റെ കുറച്ച് ക്ലിപ്സാണ്. എനിക്ക് കുറച്ച് ക്ലിപ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് അന്നേ എടുത്തു വെച്ചതായിരുന്നു. പക്ഷേ ഇത് ഇടാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴാണ് ഞാനത് ഇടുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞാനും അനിയനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോളും കൂടെ ഫസ്റ്റ് സ്പോട്ടിലെത്തിയത് പാലക്കാട് നെന്മാറ പോത്തുണ്ടി ഡാമിലോട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ മാത്രമല്ല, കുറച്ച് സ്ഥലം കൂടി ഉണ്ട് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇത് പോകുന്നത് അന്യൂസിൻ്റെ കൂളിംഗ് ഗ്ലാസ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അവൾക്കൊരു കൂളിംഗ് ഗ്ലാസ് മേടിക്കാനാണ് കേട്ടോ. അപ്പോൾ അത് കൂളിംഗ് ഗ്ലാസ്സൊക്കെ മേടിച്ച് അവൾ സെറ്റായി. അപ്പോഴാണ് നമ്മളവിടെ ചെറിയ കുട്ടികളാകുമ്പോൾ കളിച്ചിട്ടുണ്ടായിരുന്ന കുറേ കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ വീണ്ടും അവിടേക്ക് തിരിച്ചു പോയി. പിന്നെ എൻട്രി പാസ്സൊക്കെ എടുത്തിട്ട് ഡാമിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. ഈ സ്ഥലത്തോട്ട് ആദ്യമായിട്ടല്ല, ഞാൻ രണ്ടാമത്തെ തവണ കേട്ടോ പോകുന്നത്. ആദ്യം ഞാനും എൻ്റെ ഇക്കയും കല്യാണം കഴിഞ്ഞ സമയത്ത് ഫസ്റ്റ് പോയത് ഇവിടേക്കായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഇക്കയും ഞാനും പിന്നെ എൻ്റെ അനിയനും അനിയത്തിയും പിന്നെ എൻ്റെ മോളും ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടിയിട്ട് എൻ്റെ അനിയനും ഈ സ്ഥലത്തേക്ക് ആദ്യമായിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ഇത് കാണണമെന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് കൊണ്ടുപോയതാണ് കേട്ടോ. കാരണം ഒരുപാട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഈ സ്ഥലം പറയുന്നത്. കാരണം നല്ല അടിപൊളി എക്കോ ഫ്രണ്ട്ലി ആണ്. പിന്നെ അതുപോലെ തന്നെ നല്ല വൈബാണ് കേട്ടോ ഇവിടെ ഇരിക്കാൻ. ഓരോ മരത്തിൻ്റെ അവിടെയും പിന്നെ ഇങ്ങനെ കണ്ടില്ലേ, നല്ല രസമുണ്ട്. പക്ഷേ അധികം റൈഡുകളൊന്നുമില്ല കേട്ടോ. നമ്മളത് ഉദ്ദേശിച്ചിട്ട് അങ്ങോട്ട് പോയ കാര്യമില്ല. കാരണം ഇത്ര കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഉള്ളതിൽ എൻ്റെ എൻ്റെ അന്യൂസിനെ എടുത്തിട്ട് കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് ഒരുപാട് റൈഡൊന്നും ഇവിടെ ഇല്ല. ജസ്റ്റ് ചില്ലപ്പിനുള്ളത് കുറച്ചേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങനെ വന്നിരിക്കാനൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണ്. അടിപൊളി സ്ഥലമായിരുന്നു. അപ്പോൾ എൻ്റെ അനിയനെ അവിടെ ഒരു ഊനാലയിൽ കളിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കുട്ടീൻ്റെ കയ്യിൽ വന്നിട്ട് പിന്നെ അവന് കുറച്ച് നേരം കളിച്ച് പിന്നെ അതിനുശേഷം ഈ ഒരു കൽപ്പടവിലൂടെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. ഫുള്ളും ഇങ്ങനെ നടത്തുന്നതന്നെയായിരുന്നു. അധികം ഒന്നും ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല, നടക്കൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഒന്നാമത് ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സമയം ഒരു 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞങ്ങൾ അവിടെ എത്തിയ സമയം ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ ഒരു ഇത് അടിപൊളിയായിരുന്നു, ഗാർഡൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ നിഴലിനെ മാത്രം വീഡിയോ എടുത്തിട്ട് നടക്കുകയാണ് കേട്ടോ. ജസ്റ്റ് വെറുതെ എടുത്തതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നു കേട്ടോ. അതിനുശേഷമാണ് ഞങ്ങൾ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട സ്ഥലത്തോട്ട് പോകുന്നത്. കണ്ടില്ലേ, ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമ്മൾ ഡാം ഒന്ന് കാണാൻ കേട്ടോ. അപ്പോൾ ഡാം കാണാൻ വേണ്ടിയിട്ട് 3 സ്റ്റെപ്പൊക്കെ കയറിയിട്ട് പോയി വീഡിയോ എടുത്ത്. കണ്ടില്ലേ, ഇപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഡാമിൽ മേലെ കയറിയിട്ട് വീഡിയോ എടുത്തത് വീഡിയോ ക്ലിയർ ആയിട്ടില്ല എന്നിട്ടോ. കണ്ടോ, ഒരു ജാതി ഷെയ്ക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് വേറെ വീഡിയോ കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ കണ്ടില്ല, ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് കേട്ടോ. പിന്നെ അവിടെ നിന്നിട്ട് കുറച്ച് നേരം ആ കാറ്റൊക്കെ അടിപൊളിയായിട്ടായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ പാർട്ട് 2 വരുന്നുണ്ട്. അതുവരെയും ടാറ്റാ ബൈ ബൈ, സീ യു.